ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ചേച്ചിയുടെ സ്പെഷ്യൽ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേച്ചി ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 2 ചെറിയ മീഡിയം സൈസിലുള്ള പച്ചമാങ്ങയാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഉണക്കച്ചെമ്മീൻ. ഇതൊരു ഏകദേശം 2 പിടിയോളം, കൈപ്പിടിയോളം വരുന്ന ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീന് ഒരു 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഉണക്കച്ചെമ്മീൻ. പിന്നെ വേണ്ടത് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി, പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പിടി അളവിലുള്ള ഒരു ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു പിടിയോളം വരുന്ന തേങ്ങ ചിരകിയത്, അതിനകത്ത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇത് നമ്മൾ തലയും വാലും ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതുപോലെയുള്ളതും കൂടെ കളഞ്ഞിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇതിൽ ഡ്രൈ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പരുവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ഇങ്ങനെ വിട്ടുപോരും, അങ്ങനെ ക്രിസ്പി ആയിരിക്കും. അതാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. 1/2 ടീസ്പൂൺ കടുകിടാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. അവസാന ഘട്ടമായി നമ്മൾ അരപ്പൊഴിച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, നമ്മൾ കടുക് ഓൾറെഡി നേരത്തെ പൊട്ടിച്ചതായിരുന്നു, അത് കാരണം പിന്നെ കടുക് പൊട്ടിച്ച് താളിക്കത്തില്ല. പച്ച വെളിച്ചെണ്ണ 1-1.5 സ്പൂണോ ഒഴിച്ചിട്ട് പച്ചക്കറിവേപ്പില ഇതിന് മീതേക്കൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാം.